കുടുംബം പാർട്ട് 2, ഫാമിലി പാർട്ട് 2. കഴിഞ്ഞ ദിവസം കുടുംബം എന്താണെന്ന്, ഒരു സിംഗിൾ ന്യൂക്ലിയർ ഫാമിലിയും കോമ്പൗണ്ടായിട്ടുള്ള അല്ലെങ്കിൽ കൂട്ടുകുടുംബത്തെക്കുറിച്ചും ആരാണ് സൃഷ്ടിച്ചതെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ദൈവം പഠിപ്പിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ കുടുംബം സാമൂഹികവും സാമ്പത്തികമായ നിലവാരത്തിൽ ഒരു കുടുംബം അനിവാര്യമാണ്. പ്രത്യേകിച്ച് വിവാഹം കഴിക്കുന്നുണ്ട് ദ ലവ് ആൻഡ് കമ്പാനിയൻഷിപ്പ് ആൻഡ് ദ വാംത്ത് ആൻഡ് ദ സെക്യൂരിറ്റി ഈസ് നീഡഡ് ഫോർ എനി ഹ്യൂമൻ ബീയിങ്. നമുക്ക് ദൈവം സ്നേഹമാണ്, അവൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പകർച്ചയാണ് നമ്മളിലേക്ക് വരുന്നത്. ആ സ്നേഹം പകരാനും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനില്ലെങ്കിൽ പ്രയാസവും. നമ്മൾ നിർത്തിയത് ആദത്തിനെ സൃഷ്ടിച്ചു. ആദത്തിനെ സൃഷ്ടിച്ചു കഴിഞ്ഞ് ദൈവം എല്ലാത്തിനും പേരിടാനായിട്ട് ആദത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ട്. അപ്പോൾ ആദം ഈസ് വെരി ഇൻ്റലിജൻറ്റ്, കാരണം ദൈവത്തിൻ്റെ പ്രതിച്ഛായയാണ്, നല്ല ഓർമ്മശക്തിയാണ്. എല്ലാ മൃഗങ്ങൾക്കും വൃക്ഷങ്ങൾക്കും ചെടികൾക്കും എല്ലാത്തിനും ആദം പേരിട്ടു. എല്ലാവരും ഈരണ്ടായിട്ടാണ് കയറി വരുന്നത്. പക്ഷേ ദൈവം നോക്കി ആദത്തിനൊരു തുണയില്ല. അപ്പം ദൈവം പറയുന്നു, ഇവന് തക്കതായ ഒരു തുണയില്ല, അതിനാൽ പുരുഷൻ ഏകനായിട്ട് നിൽക്കുന്നത് നന്നല്ല എന്ന് ദൈവം കാണുകയാണ്. അപ്പോൾ പുരുഷൻ്റെ ഉള്ളിൽ സ്ത്രീ ഉണ്ടെന്ന് ഓർക്കണം, ആദത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആദെന്ന് വിളിക്കുമ്പോൾ ആദം ഔവയാണ് ആൻസർ ചെയ്യുന്നത്, പക്ഷെ ഔവ പുറത്തു വന്നിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പം ദൈവം പറയുന്നു, അങ്ങനെ പോയാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് 2-ാം അധ്യായം ഉൽപ്പത്തി നോക്കുമ്പോൾ ആദത്തിന് ദൈവം ഒരു ഗാഢനിദ്ര കൊടുത്തിട്ട് ഔവയെ ആദത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കുകയാണ് ചെയ്തത്. എവിടെ നിന്നാണ്? ആദത്തിൻ്റെ. ചില വാരിയല്ലെന്ന് പറഞ്ഞു, വാരിയല്ലോ എന്തെങ്കിലും ആയിക്കോട്ടെ, അവിടെ ആദത്തിൻ്റെ അകത്തിരിക്കുന്ന ഔവയെയാണ് പുറത്ത് കൊണ്ടുവന്നത്, നോട്ട് സംബഡി എൽസ്. വേറൊരു ക്രിയേഷൻ അല്ല. അപ്പോൾ അകത്തുള്ള ആളെ പുറത്ത് കാണിച്ചു. ഐഡിയലി ഈ മകൾ അല്ലെങ്കിൽ ഈ സ്ത്രീയെ ആദത്തിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നതാണ് ഏറ്റവും സേഫ്. പക്ഷേ ആദം തന്നെയായപ്പോൾ ആദത്തിന് കൂട്ടായിട്ട്, അല്ലെങ്കിൽ ഹെൽപ്പ് മേറ്റായിട്ട്, അല്ലെങ്കിൽ ഒരു ഹെൽപ്പറായിട്ട്, ഒരു വോറിയറായിട്ട്, കമ്പാനിയൻഷിപ്പിന്, ഫ്രണ്ട്ഷിപ്പിന്, മക്കളുണ്ടാക്കാൻ വേണ്ടി സ്ത്രീയെ പുറത്തോട്ട് കൊണ്ടുവരിക ചെയ്തു. അങ്ങനെ ആദ്യത്തെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഗാഢനിദ്ര കൊടുത്തിട്ട് ദൈവത്തിൻ്റെ അനസ്തീസിയ എല്ലാം കൊടുത്ത് ദൈവം ഒരു സ്ത്രീയെ സൃഷ്ടിച്ച അതിമനോഹരം. അത് ആദത്തിന് ചേരുന്ന ഒരാൾ. അവയുടെ സൗന്ദര്യമൊക്കെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അതുപോലത്തെ സൗന്ദര്യമാണ്. തേജസ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ചില ബുക്കുകളിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പം ഇവിടെ അതിസൗന്ദര്യം, കാരണം ആദത്തിൻ്റെ ഛായയാണല്ലോ. ആദം അന്നേരം ഇവളെ വിളിക്കുന്നത് ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ്, ബോൺ ഓഫ് മൈ ബോൺ. ദൈവം പറയുന്നു, മനുഷ്യന് തക്കതായൊരു തുണ കിട്ടിയില്ല, ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയല്ലെടുത്തു. ഇവിടെ വാരിയല്ലെന്നാണ് പറയുന്നത്, പക്ഷേ ഹീബ്രുവിൽ വാരിയല്ലെന്നല്ല എഴുതിയിരിക്കുന്നത്. ബേസിക്കലി ഫൗണ്ടേഷനിൽ നമ്മൾ ചിന്തിക്കുകയാണ്, അകത്ത് നിന്ന് അടുത്തു എന്ന് ചിന്തിച്ചാൽ മതി, ഏതെങ്കിലും ആയിക്കോട്ടെ, ടിഷ്യൂ എടുത്തോ എങ്ങനെയെങ്കിലും ആയിട്ട്. യഹോവയായ ദൈവം മനുഷ്യനെടുത്ത വാരിയല്ല് ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ. അപ്പോൾ മനുഷ്യൻ, ഇവൾ ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസം. അതാണ് എൻ്റെ ബോൺ ഓഫ് മൈ ബോൺ ആൻഡ് ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ്. അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസം. ഈ എങ്ങനെ ആദം ഉറങ്ങിക്കിടന്ന ആള് എഴുന്നേറ്റ് നിന്നപ്പോൾ ഔവ്വയെ കണ്ടപ്പം ഇതെൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി. എങ്ങനെ മനസ്സിലാക്കി? അതാണ് ആദ്യത്തെ ലെവൽ. ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൽ എവറിത്തിങ് ഈസ് നോൺ ടു ദം. ആദവയെ കണ്ട നിമിഷത്തിൽ പറയുന്നു, ദൈവത്തിന് ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ, കൊടുക്കണ്ട, ഇത് എൻ്റെ ശരീരത്തിൽ നിന്ന് എടുത്തതാണെന്നും എൻ്റെ ബോൺ ഓഫ് മൈ ബോണാണെന്നും ഫ്ലഷ് ഓഫ് മൈ, എൻ്റെ മാംസത്തിൻ്റെ മാംസം, എൻ്റെ ദേഹത്തിൻ്റെ ദേഹം, എൻ്റെ അസ്ഥിയുടെ അസ്ഥിയാന്ന് പറയാൻ തക്കവണ്ണം ആത്മാവ് അത്ര ശക്തിയായിട്ട് ഈ ആദത്തിൽ പ്രവർത്തിച്ചു. ഇവർ അപ്പം ഇവർക്ക് യൗവ എന്നുള്ള പേരിടുന്നത് തന്നെ ആദമാണ്. ആദം എന്നാ ദൈവം വിളിക്കുന്നത്. ആദം എന്ന് ദൈവം വിളിക്കുമ്പം യൗവ വന്നു കഴിഞ്ഞു കൂടെ. ഇപ്പം നമ്മൾ ഈ സൗദി അറേബ്യയിലൊക്കെ ചെന്ന് താമസിക്കുമ്പോൾ ആദ്യകാലങ്ങളിൽ, ഇപ്പോഴങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ, അവർ ഒരു വീട്ടിലൊരു സ്ത്രീ പ്രശ്നം ഉണ്ടാക്കിയാൽ സ്ത്രീയല്ല പിടിച്ചുകൊണ്ട് വന്ന് പുരുഷനെ പിടിച്ചുകൊണ്ട് അവരടിക്കും, അവർ ജയിലിലിടും. കാരണം പുരുഷൻ്റെ റെസ്പോൺസിബിലിറ്റി അണ്ടറാണ് സ്ത്രീ എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. അതുതന്നെയാണ് വേദപുസ്തക അടിസ്ഥാനത്തിൽ ദൈവം സൃഷ്ടിച്ചപ്പം. കാരണം ഈ അതിമനോഹരനായ ആദത്തിന് ചേർന്ന്, ഇപ്പം നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ നോക്കുമല്ലോ, ചിലരുടെ ഭാര്യയുടെയും ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും മുഖം ഏകദേശം ഐഡൻറ്റിക്കലായിരിക്കും, പേര് പോലും സാമ്യം കാണും. ഞാനെപ്പോഴും ചിന്തിക്കും, എങ്ങനെയാണ് ദൈവം ഇത് ചെയ്യുന്നതെന്ന്. ദൈവത്തിന് തെറ്റുപറ്റത്തില്ല. ദൈവികമായ കുടുംബജീവിതത്തിൽ അതിൻ്റേതായ മഹത്വം ദൈവം അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
അത് ദൈവത്തിൻ്റെ വിശ്വസ്തത. അതിൽ നിന്ന് മാറി വെച്ച് തോട്ടത്തിന് പുറത്തു പോയാൽ സി ആർ നോട്ട് സേഫ്. തോട്ടത്തിനകത്ത് വേലി കെട്ടിയാണ് ഇവരെ താമസിപ്പിച്ചത്. അവിടെ ദുഷ്ടപിശാച് ഇടയ്ക്കിടയ്ക്ക് കയറി വരും വല്ലപ്പോഴും. അതെന്നും വൈകിട്ട് വരുമ്പം ദൈവത്തോട് പറയാമായിരുന്നു, അത് ചെയ്തില്ല. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. അൾട്ടിമേറ്റ്ലി ഈ ദുഷ്ടപിശാച് ആലോചന ഇട്ട് കൊടുത്ത് രണ്ട് വൃക്ഷം അവിടെ വെച്ചിരിക്കും. ഒന്ന് ജീവൻ്റെ വൃക്ഷം, രണ്ട് നന്മതിന്മയുടെ വൃക്ഷം. ജീവൻ്റെ വൃക്ഷം ക്രിസ്തു തന്നെയാണ്. അതിൽ നിന്ന് എന്ത് വേണേലും കഴിക്കാൻ, എപ്പോൾ വേണേലും കഴിക്കാൻ അനുവാദം ഉണ്ടായിരുന്നു. പക്ഷേ വേറൊരു വൃക്ഷമുണ്ട്, നന്മ തിന്മയുടെ വൃക്ഷം. നിനക്ക് തന്നെ എന്നോട് ചോദിക്കാതെ നല്ലതും ചീത്തയും കണ്ടുപിടിക്കാവുന്ന ഒരു ഫലമുണ്ടാകുന്ന വൃക്ഷം. അപ്പോൾ പിശാച് വന്നിച്ച് പറഞ്ഞു, നീ ഇത് കഴിക്കാമെങ്കിൽ ദൈവം പറഞ്ഞു നീ മരിക്കുമെന്ന്. അപ്പോൾ അവ പറഞ്ഞു കൊടുത്തു, അതെ കർത്താവ് ദൈവം പറഞ്ഞു മരിച്ചു പോകുമെന്ന്. അപ്പോൾ പിശാച് തിരിച്ചു, ഇല്ല നീ മരിക്കത്തില്ല, നീ ദൈവത്തെ പോലെ ആകുമെന്ന്. നന്മതിന്മയുടെ അറിവ് ദൈവത്തിനല്ലേ ഉള്ളൂ, മനുഷ്യനുണ്ടോ? ഇല്ല. പക്ഷേ അവ പിശാചിനെ ദൈവത്തെക്കാട്ടിൽ കൂടുതൽ വിശ്വസിച്ചു. അവ ആ ഫലമെടുത്ത് കഴിക്കുക തന്നെയല്ല, അത് ആദത്തിനും കൊടുത്ത്. രണ്ടുപേരും പാപം ചെയ്തോടുകൂടി അവരെ പറുദീസെന്ന് പുറത്തു വിട്ടു. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പാപം ചെയ്തു കഴിഞ്ഞിട്ട് ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിക്കുന്നു എങ്കിൽ അവർ മരിക്കത്തില്ല. കാലാകാലങ്ങളിൽ പാപം ചെയ്ത് അങ്ങനെ അങ്ങ് ജീവിക്കുകയാണ്. പിന്നെ ദുഷ്ടത പാരഡൈസിലും കയറി വരും. അതുകൊണ്ട് ഒരു നിവൃത്തിയില്ലാതെ വളരെ ദുഃഖത്തോടെ ദൈവം ആദ്യം നഗ്നനായവർ, അവർക്ക് വേണ്ടി ആദ്യ ആടിനെ കൊന്നിട്ട് അതിൻ്റെ വസ്ത്രം ധരിപ്പിച്ച് നഗ്നത മറച്ച് അവരെ ഭൂമിയിലേക്ക് ഇറക്കി വിടുക ചെയ്തു. വളരെ ദുഃഖകരം. ഈ ദൈവത്തിനെ കുറ്റം പറഞ്ഞ് നമ്മൾ എന്ത് പറഞ്ഞാലും ദൈവം അത് ചെയ്തില്ല, ദൈവം അത് ചെയ്തില്ല. ദൈവം ആദ്യം സൃഷ്ടിച്ചത് ഈ ഉൽപ്പത്തി പഠിക്കണം. ആദ്യമേ 1-ാം അധ്യായം 2-ാം അധ്യായം പഠിച്ചു കഴിയുമ്പം എത്ര ശ്രേഷ്ഠകരമായിട്ട്, അതായത് നമ്മളൊരു ക്രിസ്റ്റൽ വേസ് പോലാണ് ദൈവത്തിൻ്റെ കയ്യിൽ. ഇത് എനിക്ക് എൻ്റെ മക്കൾ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ കർത്താവിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ക്രിസ്റ്റൽ ഗ്ലാസ് ആണെങ്കിൽ അത് സൂക്ഷിച്ചു കൊണ്ട് നടക്കണം. അത് ഒരു പ്രാവശ്യം താഴെ വീണ കിടോ പൊട്ടിപ്പോയി, പിന്നെ അത് ഒന്നിച്ചു ചേർക്കാൻ ഒക്കത്തില്ല. അതാണിവിടെ സംഭവിച്ചത്. ദൈവം സൃഷ്ടിച്ച സൃഷ്ടി ദൈവത്തിൽ നിന്ന് വിപരീതമായിട്ട് ദൈവത്തോട് എതിർത്തതിനാൽ പറുദീസയെ ഇറക്കി വിട്ടപ്പോൾ തൊട്ട് പിശാചിനടിമ നേരത്തെ ആയതുകൊണ്ടാണല്ലോ ഇത് ചെയ്തത്. ഇപ്പം പൂർണ്ണമായിട്ട് അങ്ങനെ ആത്മാവ് മരിച്ചുപോയി. ആത്മാവ് മരിച്ചതോടുകൂടി ദൈവവുമായിട്ടുള്ള ബന്ധം പോയി. പിന്നെ ഉണ്ടാകുന്ന എല്ലാം പാപത്തിൻ്റെ മക്കളാണ്. പിന്നെ ആദ്യകാലങ്ങളിൽ 930, 970 ഒക്കെ വർഷം ജീവിച്ചത് വലിയ പാപത്തിൻ്റെ റേറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ശരീരം പിന്നെയും ജഡം മരിക്കാൻ പിന്നെയും സമയമെടുത്തു. കാരണം അധികം പാപം ഉണ്ടെങ്കിലേ മരിക്കത്തുള്ളല്ലോ. അതെല്ലാം കഴിഞ്ഞിട്ട് മനുഷ്യൻ പിന്നെ തിന്മ മാത്രം ചെയ്തു. 6-ാം അധ്യായം ആയപ്പോഴത്തേക്ക് നമ്മൾ കാണുന്നു ദൈവം ദുഃഖിക്കുകയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എല്ലാവരും ഒരുപോലെ ദൈവത്തിൽ നിന്ന് മാറി. അതുകൊണ്ട് ഭൂമി മുഴുവനും ദൈവം വെള്ളം അയക്കേണ്ടി വന്നു. ഇങ്ങനെ അങ്ങോട്ട് പോയാൽ ദുഷ്ടത തന്നെ. പിന്നെ സൊദോം ഗൊമോറയുടെ കാര്യം വന്നു, പിന്നെ ബാബേൽ ടവർ. ഇതൊക്കെ ദൈവത്തിൽ നിന്ന് അകന്ന് മനുഷ്യൻ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് നേരെ വിപരീതമായി ദുഷ്ടനടിമയായിട്ട് അന്യോന്യം ഉപദ്രവിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുകയും ദൈവത്തിൻ്റെ തേജസ് മാറിയപ്പോൾ ദൈവത്തിന് ഇടപെടേണ്ടി വരും ഇടയ്ക്കിടയ്ക്ക്. ദൈവം അറിഞ്ഞുകൊണ്ട് ഒരു പ്രാവശ്യം നമ്മൾ ചിലടത്ത് പഠിക്കുന്നുണ്ട്, എവിടെയാണ് സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്, നന്മ ചെയ്യാൻ ഓടി വരുന്ന ദൈവം നമ്മളെ ശിക്ഷിക്കുവാൻ വളരെ സാവകാശത്തിൽ വരുന്നൊരു ദൈവം. ശരിയല്ലേ? സ്വന്തം മക്കൾ എന്ത് കുറ്റം ചെയ്താലും നമ്മളതിനെ ജസ്റ്റിഫൈ ചെയ്യും. ഓ അവനത് പാവമാണ്. വല്ലവരുടെയാണ് നമ്മൾ പറയും അവൻ മോശമാണെന്ന് പറയും. അങ്ങനെയല്ലേ നമ്മൾ ഇന്ന്. അപ്പം ദൈവം അങ്ങനെ തന്നെ. നമുക്കൊരു കുറ്റം കണ്ടുപിടിക്കുന്ന ദൈവത്തിനെയാണ് വേദനിപ്പിക്കുന്നത്. അപ്പം ദൈവത്തെ വേദനിപ്പിക്കുന്ന സമയത്തിൽ നമ്മൾ ഓർക്കണം, നമ്മുടെ ഉറപ്പ് മാറിപ്പോയി. അതും അവ്വായും പാപം ചെയ്ത് ആത്മാവില്ലാത്തവരായിരുന്നു. പിന്നുണ്ടായ മക്കളെല്ലാം പാപത്തിനടിമയായി. ഇന്ന കാലം ഒട്ടും വ്യത്യാസമല്ല. അപ്പം നമ്മൾ കുടുംബം എന്താണെന്നുള്ളത് ഉൽപ്പത്തി തൊട്ട് പഠിക്കാൻ തുടങ്ങണം. മാറ്റമില്ലാത്ത വേദപുസ്തകത്തിൻ്റെ സത്യങ്ങൾ. ഇത് എളുപ്പമല്ല, പക്ഷേ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ദൈവം പഠിപ്പിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവില്ലാത്ത ഒരു ഗ്രൂപ്പിൽ ചെന്ന് പറയുന്നതും പരിശുദ്ധാത്മാവിൻ്റെ ആകാംക്ഷയുള്ള ഗ്രൂപ്പിൽ ചെന്ന് പറയുന്നതും രണ്ട് ഇഫക്റ്റാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാതെ കർത്താവിൻ്റെ വചനം പഠിക്കണം. പക്ഷേ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദത്തമാണ് നഷ്ടപ്പെട്ട, അതായത് പറുദീസയിൽ നഷ്ടപ്പെട്ട ജനത്തെ
പിതാപുത്ര പരിശുദ്ധാത്മാവിൻ്റെ ബന്ധം നശിച്ചുപോയ കുടുംബത്തെ തിരിച്ചു കൊണ്ടുവന്ന് ദൈവത്തിലേക്ക് ആക്കാൻ വേണ്ടിയാണ് പുത്രൻ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അപ്പോൾ കുടുംബത്തെ സംരക്ഷിക്കാൻ, ഓരോ വ്യക്തിയെ സംരക്ഷിക്കാൻ, ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവമക്കളെ രക്ഷിക്കാൻ തന്നെയാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് കടന്നു വന്നത്. ആ യേശു ഹൃദയത്തിൽ വരാതെ ഒരു കുടുംബവും ഉറപ്പുള്ളതാകത്തില്ല. ക്രിസ്തു നടുക്കില്ലാതെ സമാധാനം വരത്തില്ല. നമ്മൾ പണം കൊണ്ടൊക്കെ ലോക ജീവിതത്തിൽ കുറേ സുഖങ്ങളും സൗകര്യങ്ങളും, അതല്ലല്ലോ ഇവിടെ. വി ആർ ഇറ്റേണൽ ബീയിങ് ആണ്, എന്നേക്കും നിലനിൽക്കുന്ന ജീവനുള്ള മക്കളാണ്. അത് ആത്മാവിലാണ് കിട്ടുന്നത്, പരിശുദ്ധാത്മ. അതിനാ നിത്യരക്ഷ എന്ന് പറയുന്നത്. ഇതൊക്കെ ആഴമേറിയ സത്യങ്ങളാണ്. പക്ഷേ പറയുന്നത് മനസ്സിലാക്കത്തക്ക വിധത്തിൽ ദൈവം നമ്മൾ, എന്നാൽ ഈ പൊളിറ്റിക്കൽ കാര്യങ്ങളിലും സോഷ്യലായിട്ടും ഒക്കത്തിനും കുടുംബം ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു കുടുംബം സമാധാനമുള്ള കുടുംബം അല്ല എങ്കിൽ ദാറ്റ് ഈസ് അട്രോസിറ്റി അല്ലേ. പിന്നെ അവിടെ ദുഷ്ടനല്ലേ ഭരിക്കുന്നത്. നമുക്കെന്ത് സ്വാതന്ത്ര്യം, നമ്മുടെ കുഞ്ഞുങ്ങളെ പുറത്തെങ്ങനെ ഇറക്കി വിടാൻ ഒക്കും. അപ്പോൾ ഏത് തരത്തിൽ നോക്കിയാലും കുടുംബം സ്ട്രോങ് ആകണം. നമ്മൾ കുടുംബത്തെ സ്ട്രോങ് ആക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ആദ്യകാലങ്ങളിൽ എത്ര മനോഹരമായിട്ട്, എത്ര പ്ലാൻ ചെയ്ത് ക്രിസ്റ്റൽ ക്ലിയറാക്കി നിൻ്റെ ഛായനും സ്വരൂപത്തിനും സൃഷ്ടിച്ച ആദം ഹവ്വായി. കുറേ കഴിഞ്ഞപ്പോൾ, എത്ര നാളെന്ന് എഴുതിയിട്ടില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ നിന്നോട് മറുത്ത് മാറി. പിശാചിൻ്റെ അടിമത്തത്തിൽ പോയി. ദുഷ്ടൻ്റെ ആലോചന ദൈവം സൃഷ്ടിച്ച ദൈവമക്കളെ ഇല്ലാതാക്കുക. കുറേയൊക്കെ അവൻ അതിനകത്ത് ജയമെടുത്തു. അങ്ങനെ ആത്മാവില്ലാത്ത ജനം ലോകത്തിൻ്റെ നാനാഭാഗത്ത് നടക്കുകയാണ്. ഇന്നും അങ്ങനെ തന്നെ. മഹദിയാം ബാബിലുണ്ടാക്കുന്നു, ബാബേൽ ടവർ ഉണ്ടാക്കുന്നു, സോദോം ഗോമോറയുടെ അവസ്ഥ, നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കം വരത്തക്ക വിധത്തിലുള്ള ഗതികെട്ട അവസ്ഥ. ഇതൊക്കെ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ മാറിപ്പോയിട്ട് ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയിൽ നിന്ന് ഒരു ചായയില്ലാത്ത പോലെ മനുഷ്യനായിപ്പോയി. എന്നാൽ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നുണ്ട് വെച്ചാൽ, മാറ്റമില്ലാത്ത ദൈവസത്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ആദ്യം തൊട്ട് പഠിപ്പിക്കാൻ തുടങ്ങും. എന്താണ് ഈ പൊന്ന് നല്ല അപ്പച്ചൻ, നല്ലവനായ ദൈവം, ഈ വിശ്വസ്തനായ ദൈവം, അപ്പനാകുന്ന ദൈവം മക്കൾക്ക് വേണ്ടി ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ തുടങ്ങും. ആദ്യ പാഠം പഠിക്കാതെ എങ്ങനെ ബാക്കി മനസ്സിലാകും? ആത്മാവ് നഷ്ടപ്പെട്ട് ഉഴന്ന് നടക്കുന്ന മനുഷ്യർ. അതുകൊണ്ടാണല്ലോ ഈജിപ്തിൽ പോയിട്ടും ഉഴന്ന് നടക്കുക, വെല്ലോൻ്റെ അടിമയായിട്ട്. അടിമത്വത്തിലും ദുഷ്ടൻ്റെ ഭക്ഷണം കഴിച്ച് എച്ചിൽ കഴിക്കുന്ന മക്കളായിട്ട് മാറിയിരിക്കുന്നു. ഞാൻ ആരെന്ന് മറന്നുപോയി. യെരൂശലേം നഷ്ടപ്പെട്ടിട്ട് അവർ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട്. ബാബിലോണിയൻ ജീവിതത്തിൽ വന്നിട്ട് കുറച്ച് ഭക്ഷണം കിട്ടും, അടിമത്വ ജീവിതത്തിൽ നിന്ന്. എന്നാൽ യെരൂശലേമിനെക്കുറിച്ച് പാടാൻ പറയുമ്പോൾ അവർ കരയുന്നുണ്ട്. കർത്താവേ, ഞങ്ങളും അങ്ങനെ തന്നെ. ആദിയിൽ നീ സൃഷ്ടിച്ച പദവിയിലേക്ക് കയറാൻ ഞങ്ങളും ആഗ്രഹിക്കാം. അതുകൊണ്ട് പിതാവാം ദൈവം തക്ക സമയത്ത് തൻ്റെ പുത്രനെ അയച്ച് നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ കയറി എൻ്റെ പാപത്തെയും ശാപത്തെയും രോഗത്തെയും എല്ലാം ഏറ്റെടുത്ത് നഷ്ടപ്പെട്ട വിശുദ്ധ കണക്ഷൻ ദൈവവുമായിട്ടുള്ളത് അനിത്യമായ ജീവൻ തരിക തന്നെയല്ല, വീണ്ടും കുടുംബം സൃഷ്ടിക്കാനാണ് ദൈവം കടന്നു വന്നിരിക്കുന്നത്. വേദപുസ്തകം ഒരു കുടുംബം തന്നെയാണ്. അങ്ങനെ ഞങ്ങളെ വീണ്ടും തിരഞ്ഞെടുത്ത് നിന്നിലേക്ക് ആദ്യ പരദീസയുടെ ലെവലിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നതിനാൽ സ്തോത്രം. സത്യം അറിഞ്ഞാൽ സത്യം നമ്മളെ സ്വതന്ത്രമാക്കുമല്ലോ. ദൈവം നല്ലവൻ തന്നെ. എന്നാൽ ലോകത്തിൽ കാണുന്ന ഓരോ ശാപകരമായ പ്രവൃത്തി കാണുമ്പോൾ ദൈവമാണിത് അയച്ചതെന്ന് വിചാരിച്ച് ദൈവത്തിനെ കുറ്റം പറയുന്ന സഭ എടുത്തു കളഞ്ഞ് പൂർണ്ണമായിട്ട് നിന്നിലേക്ക് തിരിച്ചു വരാൻ ഒരു നല്ല മനസ്സിന്, ആ സത്യത്തിൻ്റെ ആത്മാവിൻ്റെ ജീവന് ഞങ്ങളിലേക്ക് പകർന്നു തരണം. ഞങ്ങളിൽ തന്നെയല്ല, ഞങ്ങളുടെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, മാതാപിതാക്കൾ, സഹോദരി എല്ലാവരിലും ഇത് പകർന്നേ പറ്റും. നാഥനത് ചെയ്യുമെന്നറിയാം. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ വായിൽ നിന്നൊരു വചനം വരുമ്പോൾ തന്നെ ഉത്തരം തരുന്ന ദൈവം. പ്രാർത്ഥനയോട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.